ഇപ്പോൾ കേരളത്തിൽ 2024 SLC റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ്. മെയ് 8-നാണ് SLC റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 3 മണി നേരത്തൊക്കെ ആയിട്ടായിരിക്കും SLC റിസൾട്ട് അനൗൺസ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SLC റിസൾട്ട് എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെക്ക് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ SLC റിസൾട്ടുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് വെബ്സൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഒരു വെബ്സൈറ്റിനെ മാത്രം ആശ്രയിക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. കാരണം കുറേ ആൾക്കാർ വെബ്സൈറ്റ്സിൽ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പം വെബ്സൈറ്റ്സ് ലോഡ് ആവാൻ ടൈം എടുത്തേക്കാം. അപ്പം ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് ലോഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിൽ ലോഡ് ആയേക്കാം. അപ്പം 2-3 വെബ്സൈറ്റ്സ് ഒരേ ടൈമിൽ ചെക്ക് ചെയ്യുക, ഏതിലാണ് ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് SLC റിസൾട്ട്സ് എടുക്കാവുന്നതാണ്. എന്തായാലും SLC റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഏത് ബ്രൗസർ വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കുറച്ച് വെബ്സൈറ്റ്സിൻ്റെ ലിങ്കും എടുക്കുന്നുണ്ട്. ഇപ്പം ആ ഓരോരോ ലിങ്കും നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്യുക. ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ്സ് തന്നെയാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, റിസൾട്ട് വരുന്ന ടൈം ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് കൊടുക്കുക. ഇവിടെ റിസൾട്ട്സ് വിൽ ബി പബ്ലിഷ്ഡ് ആഫ്റ്റർ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. റിസൾട്ട് വരുമ്പോൾ ഇവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റ് മാത്രമല്ല, ഇത് SLCൻ്റെ വെബ്സൈറ്റാണ്. ഇനി പരീക്ഷ ഭവൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിസൾട്ടിൻ്റെ പേജാണിത്. ഇപ്പോൾ റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ ഒരു റിസൾട്ട് അല്ല, ഇത് പഴയ റിസൾട്ടാണ്. എന്തായാലും പുതിയ റിസൾട്ട് വരുമ്പോൾ ആ ഒരു ഡേറ്റ് ഒക്കെ ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളും കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇങ്ങനെ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിലും റിസൾട്ട് വന്നാൽ ഇവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇവിടെയും റിസൾട്ട് വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനും വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് സഫലം 2024 എന്നാണ്. ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിളുടെ ആപ്പ് സ്റ്റോറിലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, SLC റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇതിൽ SLC സെലക്ട് ചെയ്യുക, രജിസ്റ്റർ നമ്പർ അടിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ 4-5 വെബ്സൈറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിലും മാറി മാറി ട്രൈ ചെയ്യുക. ഏതിലാണ് ഫസ്റ്റ് ലോഡ് ആവുന്നത് എന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു സഫലം ആപ്പ് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഡയറക്റ്റ് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിക്കാനുള്ള പേജ് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ തന്നെ നമ്മുടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. എല്ലാത്തിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതിലാണ് റിസൾട്ട് ഫസ്റ്റ് കിട്ടുന്നത് എന്ന് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് SLC റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.